ഹായ് ഫ്രണ്ട്സ്, ഐ ആം ആര്യ. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഈ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു തിയറീസ് ഓഫ് കൺസപ്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് നോക്കാം. ഇറ്റ് ഒറിജിനേറ്റ് ജെയം കെയ്ൻസ് സബ്സീക്വൻ്റ്ലി ബൈ ജെയിംസ് ടോബിൻ ആൻഡ് അർതർ സ്മിതീസ്. അപ്പോൾ ഈ ഒരു തിയറി ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന തിയറി ഒറിജിനേറ്റ് ചെയ്തത് ഫേമസ് എക്കണോമിസ്റ്റായ ജെയം കെയ്ൻസ് ആണ്. ഇത് സബ്സീക്വൻ്റ്ലി ബൈ ജെയിംസ് ടോബിൻ ആൻഡ് അർതർ സ്മിതീസ്. ഈ തിയറി കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്ത എക്കണോമിസ്റ്റുകളാണ് ജെയിംസ് ടോബിനും അർതർ സ്മിതീസും. ദി ബേസിക് concept of absolute income hypothesis is that the consumption depends on the absolute level of current income. അപ്പോൾ ഈ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആബ്സല്യൂട്ട് ലെവൽ ഓഫ് കറണ്ട് ഇൻകം. ആബ്സല്യൂട്ട് ലെവൽ ഓഫ് കറണ്ട് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൺസപ്ഷൻ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺസപ്ഷൻ അയാൾക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് ആയിട്ടുള്ള കറണ്ട് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന്. കെയ്ൻസ് പോസ്റ്റുലേറ്റ് എ ഡയറക്റ്റ് ആൻഡ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഇൻകം ആൻഡ് അഗ്രിഗേറ്റ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. കെയ്ൻസ് ഈ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് തിയറിയിൽ പറയുന്നത് എന്താണ്? അഗ്രിഗേറ്റീവ് ഇൻകവും ആൻഡ് അഗ്രിഗേറ്റീവ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും എന്താണ്? എ ഡയറക്റ്റ് ആൻഡ് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. And to Keynes as income increases, the consumption is also increases, but the increases in the consumption is less than proportionate when compared to increases in income. നമുക്കറിയാം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും. പക്ഷേ എങ്ങനെയായിരിക്കും? ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും, ബട്ട് ഇൻക്രീസസ് ഇൻ ദി കൺസപ്ഷൻ ഈസ് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും. The implications of the absolute income hypothesis is that the average propensity to consume falls as income increases. അതായത് ഈ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻകം ഇൻക്രീസസ് ചെയ്യുമ്പോൾ, ഇൻകം കൂടുമ്പോൾ എന്താണ്? ആവറേജ് പ്രൊപ്പൻസി, അതായത് APC എന്ത് ചെയ്യുകയാണ്? ഫോൾസ് ചെയ്യണം. APC അവിടെ കുറയുകയാണ്. This because of the fact that the high income families save a larger fractions their income after meeting consumption needs than low income families. എന്തുകൊണ്ടാണ്? This because of the fact, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വലിൻ്റെ APC കുറയും എന്നാണ് കെയ്ൻസ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. കാരണം എന്താണ്? ഇൻകം കൂടുന്ന ഒരു ഹൈ ഫാമിലീസിൽ, ഹൈ ഇൻകം ഫാമിലീസ് എന്താണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? സേവിങ്ങും കൂടും. അതുകൊണ്ട് എന്താണ്? APC കുറയാണ്. Thus the consumption function is non-proportional in the short run. അപ്പം നമുക്കറിയാം ഇതൊരു ഷോർട്ട് റൺ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഒരു നോൺ പ്രൊപ്പോർഷണൽ. Thus the consumption function is എന്തായിരിക്കും? നോൺ പ്രൊപ്പോർഷണൽ ഇൻ ദി ഷോർട്ട് റൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. X ആക്സിസിൽ ഇൻകവും Y ആക്സിസിൽ കൺസപ്ഷനും മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രീ കൺസപ്ഷൻ കേർവ്സ് ആണുള്ളത്. CS ഡാഷ്, CS ഡബിൾ ഡാഷ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഷോർട്ട് റൺ ഫങ്ഷൻസ് കേർവ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഷോർട്ട് റൺ ഫങ്ഷൻ്റെ, അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലെസ് നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഷോർട്ട് റൺ പീരിയഡിൽ കൺസപ്ഷൻ സംഭവിക്കുന്നത്. The short-run consumption function shows the basic relationship between consumptions and income. ഈ ഷോർട്ട് റൺ കൺസപ്ഷൻ ഫംഗ്ഷനിൽ എന്താണ് കാണിക്കുന്നത്? ബേസിക് റിലേഷൻസ്, കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ളൊരു ബേസിക് റിലേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻകം കൂടുന്നതിനനുസരിച്ച് ലെസ് ദാൻ പ്രപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഷോർട്ട് പീരിയഡിൽ കൺസപ്ഷൻ കൂടുള്ളൂ എന്നാണ് ഷോർട്ട് റൺ കൺസപ്ഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം കൺസപ്ഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ്? ഇൻകം കൺസപ്ഷൻ്റെ ഒരു റിലേഷൻ എന്തായിരിക്കും? അവിടെ നോൺ പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസപ്ഷൻസ് ആൻഡ് ഇൻകം ഇൻ ദി ലോങ് റൺ. അതും പോരായിട്ട് അപ്പോൾ ഒരു ഷോർട്ട് റൺ ഫംഗ്ഷനിൽ നിന്നൊരു സം വേരിയേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒരു ലോങ് റണ്ണിലാണ് ഇത് നമ്മൾ പഠിക്കുന്നെങ്കിൽ എന്തായിരിക്കും? ദർ ഈസ് എ പ്രപ്പോർഷണൽ റിലേഷൻ. അവിടെ ഒരു പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ബിറ്റ്വീൻ ദി കൺസപ്ഷനും ഇൻകവും തമ്മിലൊരു എന്തായിരിക്കും? പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അതായത്
ലോങ് പീരീഡിൽ എന്തായിരിക്കും കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിൽ 0 എന്ന് തുടങ്ങുന്ന ഒരു ലൈന് C1 ഒരു 45 ഡിഗ്രി ലൈന് കാണിക്കുന്നത്. അതായത് ലോങ് പീരീഡിൽ കൺസപ്ഷനും ഇൻകവും എന്തായിരിക്കും പ്രൊപ്പോർഷണൽ റിലേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും കൺസപ്ഷനും ലോങ് റണ്ണിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസപ്ഷനും കൂടുന്നു. അപ്പോൾ ഇൻകം കൺസപ്ഷൻ്റെ ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 45 ഡിഗ്രി C1 ലൈന് കാണിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഫങ്ഷൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻകം കൂടുന്നതിനനുസരിച്ച് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും, ഒരു നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഷോർട്ട് പീരിയഡിൽ കൺസപ്ഷൻ സംഭവിക്കുന്നത്. എന്നാൽ ലോങ് റണ്ണിൽ എങ്ങനെയായിരിക്കും? ഒരു ഇൻകവും കൺസപ്ഷനും തമ്മിൽ ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് എ കോസ്ഡ് ദി ഫാക്ടേഴ്സ് അതർ ദാൻ ദി ഇൻകം ലീഡിങ് ടു അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദി കൺസപ്ഷൻസ് ഫങ്ഷൻസ്. അതായത് ഇൻകം അല്ലാതെ അതർ ഫാക്ടേഴ്സിൽ എന്തായിരിക്കും? അതർ ഫാക്ടേഴ്സിൽ കൺസപ്ഷൻ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ ആവുന്നത് ലോങ് റണ്ണിൽ. അതായത് ഇൻകം അല്ലാതെ അതർ ഫാക്ടേഴ്സിൽ എന്ത് സംഭവിക്കുകയാണ്? അതർ ഫാക്ടേഴ്സിൽ ലോങ് പീരിയഡിൽ കൺസപ്ഷൻ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ ഒരു റിലേഷൻസ് ആവുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കൺസപ്ഷൻ ഇൻകം കൺസപ്ഷൻ ലോങ് പീരിയഡിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആവുന്നത് എന്ന് കാണിക്കുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇൻക്രീസസ് ഇൻ വെൽത്ത്, മൈഗ്രേഷൻസ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്, ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ദി പെർസെൻറ്റേജ് ഓഫ് ഓൾഡർ പീപ്പിൾ ഇൻ ദി പോപ്പുലേഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻക്രീസസ് ഇൻ ദി വെൽത്ത് എന്താ നോക്കാം. ദി ഇൻക്രീസസ് ഇൻ ദി accumulated wealth of households that has accompanied the long run growth of income. Households spend a larger fractions of any given level of income. അതായത് ഇൻഡിവിജ്വൽ, അതൊരു ഹൗസ് ഹോൾഡ്സിൽ നമ്മൾ വെൽത്ത് അക്യുമുലേഷൻ ചെയ്ത് വെൽത്ത് കൂടുകയാണെങ്കിൽ വെൽത്ത് അക്യുമുലേഷൻ ചെയ്യുകയാണെങ്കിൽ ലോങ് പീരീഡിൽ എന്തായിരിക്കും? ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്താണ്? കൺസപ്ഷനും കൂടുമെന്നാണ് ഫസ്റ്റിൽ ഇൻക്രീസസ് ഇൻ ദി വെൽത്തിൽ പറയുന്നത്. സെക്കൻഡ് വൺ, മൈഗ്രേഷൻസ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. Urban dwellers consumes a higher proportions of their income than persons who live in rural areas. Thus, the migrations of people from rural to the urban areas is accompanied by an increases in the consumptions. സെക്കൻഡ് പറയുമ്പോൾ അതിൽ ഇപ്പോൾ തന്നെ ലാർജ് മൈഗ്രേഷൻസ് ഒക്കെ നടക്കുന്ന ടൈമാണല്ലോ. അതായത് റൂറൽ ഏരിയയിൽ നിന്ന് എന്താണ് അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോങ് റണ്ണിൽ ഒരുപാട് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്തിന് കാരണമാകുന്നുണ്ട്? ലോങ് റൺ പീരീഡിൽ കൺസപ്ഷനും ഇൻകമൊക്കെ പ്രൊപ്പോർഷനേറ്റ് ആവുന്നതിന് കാരണമാകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂ പ്രൊഡക്ട്സ് ആണ്. ഇൻട്രഡക്ഷൻസ് ഓഫ് ദി ന്യൂ പ്രൊഡക്ട്സ് സ്റ്റിമുലേറ്റ്സ് കൺസപ്ഷൻ as these goods come to be regarded as the essential for life. അതായത് നമുക്കറിയാം ഓരോ ന്യൂ പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ കൺസപ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോങ് പീരീഡിൽ കൺസപ്ഷൻ കൂടുന്നുണ്ട്. ഫോർത്ത്, ദി പെർസെൻറ്റേജ് ഓഫ് ഓൾഡർ പീപ്പിൾ ഇൻ ദി പോപ്പുലേഷൻസ് ആണ്. അതായത് ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ദി ലോങ് പീരിയഡ്. The percentage of older people in the population has increased over the long run period because per capita consumption in this age group does not fall as rapidly as per capita income. The consumption functions tends to shift upwards. അതായത് അതിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ യങ്ങറേക്കാളും ഓൾഡർ പീപ്പിളാണ് കൂടുതലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ സേവിങ്സ് എന്താണ്? അവർ കൺസപ്ഷൻ നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ലോങ് റണ്ണിൽ കൺസപ്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ്. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് ലോങ് റണ്ണിൽ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ
ആവുന്നതിനുള്ള കാരണം. അപ്പോൾ ഇതാണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഇതായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് കെയ്ൻസ് ആണ്. അപ്പോൾ തിയറിയിൽ ഗ്രാഫിക്കൽ ഒരു ഡയഗ്രാമാറ്റിക് എക്സ്പ്ലനേഷൻസും ഒരു ഷോർട്ട് റണ്ണിൽ നോൺ പ്രൊപ്പോർഷണലും ലോങ് പീരീഡിൽ എന്തായിരിക്കും ഒരു ഡയറക്റ്റ് ഇൻകവും കൺസപ്ഷൻ തമ്മിൽ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.